അപ്പോൾ നമ്മുടെ ബിനു അടിമാലി അറിയാമേത്തോടായിട്ട് ആരും കാണുകയില്ലല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസം കൊണ്ട് ബിനു അടിമാലി, കുറച്ച് ദിവസം കൊണ്ടല്ല, എനിക്കൊന്ന് 2 മാസം കൊണ്ട് ബിനു അടിമാലി ഭയങ്കര എയർലെയാണ്. കാര്യം നമ്മുടെ ജിനീഷായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാ ആൾക്കാർ പറഞ്ഞതാണ്. കാര്യം സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോറിൽ വെച്ചുണ്ടായ ഇഷ്യൂസും ക്യാമറ തല്ലി പൊട്ടിച്ചതും അങ്ങനെ അതിൻ്റെ പേരിൽ തന്നെ എന്താണ് വലിയ രീതിയിൽ ഈ ഒരു ഇഷ്യൂസ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് നമ്മുടെ വേറൊരു ഇഷ്യൂ നമ്മുടെ ബിനു അടിമാലി ചുറ്റിത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. എനിക്കൊന്ന് ഇപ്പം കുറേ ആൾക്കാർ ഈ ഒരു വിഷയം കുത്തിപ്പൊക്കിയതിൻ്റെ പേരാണ് ഈ ഒരു വിവാദം വീണ്ടും ഇങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്ന് പറയാൻ പറ്റുന്നതല്ല, കുറേ നാളിന് മുമ്പ് നമ്മുടെ ബിനു അടിമാലി ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബിനു അടിമാലി കൗമുദി ടിവിക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നൂർജഹാൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് ഇവർ ഇന്റർവ്യൂ എടുത്തത്. കാര്യം ആ സമയത്ത് ഈ നൂർജഹാൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ഇതാണ് നമ്മുടെ ഈ ബിനു അടിമാലിയുടെ ഏതൊരു പുതിയ സിനിമ, ബിനു അടിമാലി അതിന് ധർമ്മജനുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ ഏതൊരു പുതിയ സിനിമയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് നൂർജഹാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബിനു അടിമാലി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഇപ്പം വീണ്ടും നമ്മുടെ ബിനു അടിമാലി എയറിൽ കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു ഭാഗങ്ങൾ കുറച്ചൊന്ന് കാണാം, നിങ്ങൾ കണ്ടു നോക്ക്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരുണ്ട് സുമേഷ് തമ്പി എന്ന് പറയും. സുമേഷ് തമ്പിക്ക് പറ്റിയ ജോഡിയാണ്. നൂർജഹാന്റെ ഒക്കെ ഷേപ്പൊക്കെ ഉള്ള ഒരാളാണ്. ആനന്ദ പഞ്ചവർണ്ണ തത്തയിലേ നമ്മുടെ ജയറാമേട്ടൻ ഇങ്ങനെ ഒരാൾ മയക്കുവെടി വെച്ചിടൂലേ, ആനക്കെട്ട് വെക്കണ വെടി പുള്ളിക്കെട്ട വെള്ളനെ ഇത്തിരി വണ്ണമക്കളും ആനയുടെ മേളിൽ നിന്ന് താഴത്തേക്ക് വീണ ഒരാള്. അപ്പോൾ സംഭവം കണ്ടില്ലേ, ഇതാണ് വിഷയം. ഈ നൂർജഹാൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, കുറച്ച് തടിയൊക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ്. അതിന്റെ പേരിൽ തന്നെയാണ് ഈ ബിനു അടിമാലി എന്ന് പറയുന്ന അയാൾ ഈ പെൺകുട്ടിയെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ബോഡി ഷേമിങ് ചെയ്തത്. ഇയാൾ ഈ പെൺകുട്ടിയെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ആരാട്ടാണെന്നറിയോ? സുമേഷ് തമ്പി എന്ന് പറഞ്ഞ ഇയാളുടെ കൂട്ടുകാരാണ്. കാര്യം സുമേഷ് തമ്പിക്ക് പറ്റിയ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെയാണ് ഈ പെൺകുട്ടിക്ക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പഞ്ചവർണ്ണത്തേക്ക് അത് നമ്മുടെ ജയറാമിനെ വെടിവെക്കുന്ന സമയത്തെങ്ങാണ്ട് ആനയുടെ പുറത്തുനിന്ന് മറിഞ്ഞു വീഴുന്ന അങ്ങനെയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാളായിട്ടാണ് ഈ നൂർജഹാനെ ഉപയോഗിച്ചത്. ഈ സുമേഷ് തമ്പി എന്ന് പറഞ്ഞ ആളുടെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ സൈഡിൽ കാണിച്ചു തരാം. കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം എനിക്ക് ആ ഒരു സുമേഷ് തമ്പിയായിട്ട് ഈ പെൺകുട്ടിയെ ഒരിക്കലും കാണാൻ പറ്റുന്നില്ല. ആ ഒരു പെൺകുട്ടിയുടെ മുഖശേപ്പാണ് ഇങ്ങേർക്കുള്ളത്. എന്താണല്ലേ, അല്ലെങ്കിലും ഈ ബിനു അടിമാലിക്ക് ഉള്ളതാണ്. കാര്യം എന്താണ്, ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന സംഭവം ഇയാൾക്ക് പണ്ടുപോലെ ഉള്ളത്. ഇയാളുടെ ഈ സ്കിറ്റും കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ളതാണ്. അതിൻ്റെ പേരിൽ തന്നെ ഇയാളിപ്പോൾ പോകുന്ന പല സ്ഥലങ്ങളിൽ ഇയാൾക്ക് അത് ഇഷ്യൂ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിനു അടിമാലി എന്ന് പറയുന്ന ആൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും അന്ന് ഈ സംഭവത്തെക്കുറിച്ച് നമ്മുടെ ഈ നൂർജഹാൻ എന്ന് പറഞ്ഞ പെൺകുട്ടി പ്രതികരിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. എന്തായാലും ഈ ഒരു വിഷയം ഇങ്ങനെ കുത്തിത്തിരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ നൂർജഹാൻ എന്ന് പറയുന്ന പെൺകുട്ടി എന്തായാലും ഇപ്പോൾ ഒരു ലൈവ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സംഭവം നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. അതുകൂടെ കേട്ട് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു പെൺകുട്ടി അന്ന് പ്രതികരിക്കാൻ നമുക്ക് മനസ്സിലാവും. എന്തായാലും കേട്ടു നോക്കും. ഹലോ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ആങ്കർ ഞാനാണ്. ഇപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ഫാമിലി ആയാലും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ റിയാക്ട് ചെയ്യാഞ്ഞത്, ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പേഴ്സണലി ഇപ്പം നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ചില സിറ്റുവേഷൻ ഉണ്ടാവില്ല. നമുക്കൊരു നല്ല ദേഷ്യമായിട്ട് സിറ്റുവേഷൻ ഉണ്ടാവും, പക്ഷെ അപ്പോൾ ഡയലോഗ് ഓർമ്മ വരില്ല. ഇത് വന്നിട്ട് നമ്മൾ ആലോചിക്കും, പക്ഷേ ആ മാസ് ഡയലോഗ് അപ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു, സെയിം ആയിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷേ അതിന് പിന്നീട് വേറെയും ഒരു കാര്യമുണ്ട്. അന്ന് ഈ ഒരു ഷൂട്ടിന് പോകുന്ന നേരം എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറിന് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും ക്യാമറ ക്രൂവും കൂടിയാണ് പോയത്. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വമാണ് ലൈക്ക് എൻ്റെ ചാനൽ കമ്പനി ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്. എനിക്കൊരു സിൻസിയറിറ്റി ഉണ്ടല്ലോ, അവർ എന്നെ ഏൽപ്പിച്ച ഷോ നന്നായിട്ട് കൊണ്ടുപോകണം എന്ന്. അത് പ്രൊഡ്യൂസർ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എന്നെ ട്രസ്റ്റ് ചെയ്തായിരിക്കുമല്ലോ അവരിയ്ക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ ആ ഷോ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലാണ് ഇവർ പറയുന്നത്. തുടക്കത്തിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെട്ട് അവരെ വെറുപ്പിച്ച് പോവാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു വർക്കിൻ്റെ പാർട്ടായിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇവർ രണ്ടുപേരും എന്താ സുമേഷ് തമ്പി എന്ന് പറഞ്ഞ ഒരാൾ, എനിക്ക് ആക്ച്വലി അയാളെ അറിയില്ലായിരുന്നു. ഞാനിപ്പം റീസെൻ്റ്ലി അയാളുടെ ഫോട്ടോ കണ്ടു. എനിക്ക് പേഴ്സണലി ഞാനും പുള്ളിയും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. പുള്ളിക്ക് പുള്ളിയുടേതായ സൗന്ദര്യമുണ്ട്, എനിക്ക് എൻ്റെതായ സൗന്ദര്യമുണ്ട്. എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമാണ്. അപ്പോൾ എനിക്ക് ഞങ്ങൾ തമ്മിലൊരു സമയമുണ്ടെന്ന് തോന്നുന്നില്ല. ലൈക്ക് വണ്ണമുണ്ട് പുള്ളിക്ക്, എനിക്കും വണ്ണമുണ്ട്. എന്ന് വെച്ചാൽ ഈ ലോകത്ത് ഇപ്പോൾ മെലിഞ്ഞവരെല്ലാവരും ഒരേപോലെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ മസ്കുലർ ആയിട്ടുള്ളവരെല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്, പൊക്കമുള്ളവരെല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അല്ല, അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. അതുമാത്രമല്ല, പറ്റിയ ജോഡി എന്നാൽ വണ്ണമുള്ളവർ മാത്രമേ ഉള്ളൂ ജോഡി. എനിക്കിപ്പോൾ ഇതൊക്കെ പ്രതികരിക്കണം തോന്നുന്നു. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും നീ എന്ത് ഇപ്പോൾ വന്ന് വീഡിയോ ഇടുന്നത്, ലൈക്ക് എനിക്കിപ്പോൾ പ്രതികരിക്കാനാണ് തോന്നിയത്, അത്രേ. അപ്പോൾ കണ്ടില്ലേ, നൂർജഹാൻ പറയുന്ന പറഞ്ഞാൽ ഇങ്ങനെയാണ് കാര്യം. അന്ന് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി നൂർജഹാൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അന്നേരം ഈ നൂർജഹാൻ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് സംഭവം ഇവരെ ബോഡി ഷേമിങ് ആണെന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നീട് ഇത് മനസ്സിലായെങ്കിലും ആ പെൺകുട്ടി പ്രതികരിച്ചില്ല. കാര്യം മറ്റൊന്നുമല്ല, ആ പെൺകുട്ടി ആ ഒരു പ്രോഗ്രാമിന് മുൻതൂക്കം കൊടുത്തു. കാര്യം നമ്മൾ മാത്രം ആ ഒരു പ്രോഗ്രാം വിഷയത്തിലോട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആ പെൺകുട്ടി അന്ന് പ്രതികരിക്കുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ പ്രതികരിക്കാൻ തോന്നി, അതിൻ്റെ പേരിൽ ഇപ്പോൾ ആൾക്കാരിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പ്രതികരിക്കാൻ തോന്നി, അതിൻ്റെ പേരിൽ ഞാൻ പ്രതികരിക്കുന്നു പറയുന്നു. നിനക്ക് എന്താ പറയേണ്ടതല്ലേ ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്താണെന്ന്? ആ പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് ആ ഒരു ഇന്റർവ്യൂ എന്നുള്ളൊരു കൺസെപ്റ്റിൽ പോയതിൻ്റെ പേര് മാത്രം ആണ് ഒന്ന് തിരിച്ചു പറയാനെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. പിന്നെ ആ
കുട്ടിക്ക് അത് പറഞ്ഞതിനകത്ത് കുറച്ച് വിഷമവും മനോവിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും ആ പെൺകുട്ടി പറയുന്നുണ്ട്. എന്തായാലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇങ്ങനെയൊന്നും ഒരിക്കലും മാറത്തില്ല. മാറാൻ ഇനിയെങ്കിലും ശ്രമിക്കുക, അല്ലാതെ ഇനി എന്താ പറയുക. ഈ പട്ടിയുടെ പാല് 12 കൊല്ലം കോളിലിട്ടാലും നേരെ ആവത്തില്ലല്ലോ. അതുപോലാണ് നമ്മുടെ ബിനു അടിമാലിയുടെ അവസ്ഥ. കാര്യം ഇങ്ങയുടെ ഏറ്റവും വലിയൊരു മൈനസ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇയാളുടെ മൈനസും എന്ന് പറയുന്നത് ഇയാൾ എനിക്കൊന്ന് പിടിച്ചിരിക്കുന്നത് തന്നെ ഈ ബോഡി ഷെയ്മിങ്, ആൾക്കാരെ ബോഡി ഷെയ്മിങ് ചെയ്തുകൊണ്ടുള്ള സ്കിറ്റുകളിലൂടെയൊക്കെയാണ് നമ്മുടെ ബിനു അടിമാലി പിടിച്ചിരിക്കുന്നത് തന്നെ. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ മാർഗം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇങ്ങനെ ഇതേവിട്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും എന്താ പറയുക ഈ ബോഡി ഷെയ്മിങ് ഒക്കെ പറഞ്ഞ് കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് തിരിച്ചു പറയുക, അല്ലെന്നുണ്ടെങ്കിൽ കൂകി വിളിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ പരിപാടിയിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി പോവുക. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗം. അങ്ങോട്ടെന്നുണ്ടെങ്കിൽ കശി കുറച്ചെങ്കിലും മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം അല്ലാതെ ബിനു അടിമാലി എന്ന് പറയുന്ന ആളൊന്നും ഒരിക്കലും മാറത്തില്ല. കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാര്യം എവിടെ ചെന്നാലും കശിയുടെ ഏതൊരു പ്രോഗ്രാമിൽ നോക്കിയാലും ആ ഒരു എന്ത് പ്രോഗ്രാം ആയാലും ശരി, കശി ഒരാളെങ്കിലും എന്താണ് ഈ ഇങ്ങനെ ബോഡിയെ പറ്റി പറഞ്ഞ് കളിയാക്കാത്ത എനിക്കൊന്നും ഒരൊറ്റ സ്കിറ്റ് പോലും കശിയുടെ കാണത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോമിൽ വന്നാലും കശി ആരെങ്കിലേക്ക് കളിയാക്കാത്ത ഒരു സംഭവം നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ കശി ഇങ്ങനെയാണ്, കശി കഴിഞ്ഞ് ഒരിക്കലും അത് മാറത്തില്ല എന്ന് കശി തന്നെ അങ്ങ് പറയുകയാണ്.